ഇന്ന് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് പറ്റുന്ന ഒരു ടൈപ്പാണ്. ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, തൊലി കളയാതെ നല്ല നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പാത്രത്തിൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ആ കിഴങ്ങെല്ലാം ഇട്ട് തിള വരുന്ന വരെ ഉള്ളൂ. നമുക്ക് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പും കൂടി ഇട്ട് വേണം വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ മാത്രം മതി. പിന്നെ ആ കിഴങ്ങെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മുടെ ഒരു പ്ലേറ്റിലെടുക്കുക. പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി കോൺഫ്ലവർ എല്ലാം ഇച്ചിരിയല്ല, അതിൽ പറ്റി പിടിക്കുന്ന കോൺഫ്ലവർ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് ഇവിടെ കുട്ടാസും ഉണ്ട് എൻ്റെ അടുത്ത്. അവൻ്റെ സൗണ്ടെല്ലാം ചിലപ്പോൾ കേൾക്കാൻ പറ്റുമേ. ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പൊന്നും ഇടണ്ട, വെള്ളം ഇടണ്ട, അത് രണ്ടും ഇടാതെയാണ് നമുക്ക് നന്നായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കോൺഫ്ലവറിൽ ഇതാക്കി എടുക്കേണ്ടത്. ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അതിങ്ങനെ തണുത്ത് പോകുന്ന പോലത്തെ ഒരു ഇത് വരും, ക്രിസ്പിനെസ് കിട്ടില്ല. സോ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം. പിന്നെ ആ ഫ്രൈ ചെയ്തതിനകത്ത് ഉപ്പിടണം. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്, സോ ഇച്ചിരി ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മുടെ കടുക് പൊട്ടിക്കുന്ന ആ ഒരു ചെറിയ പാത്രമില്ലേ, തവി പോലത്തെ ആ ഒരു ഇത് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ഒഴിക്കാം. ഞാൻ ബട്ടറും മേടിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ബട്ടർ അതിനകത്ത് ഇട്ടിട്ട് 2 തവിയെ പാല് ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി മറന്നു പോയിട്ടുണ്ട്. പാല് കോൺഫ്ലവറിൽ കലക്കി വെക്കണം. ഞാൻ കോൺഫ്ലവർ കലക്കി വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ കോൺഫ്ലവർ ഇടാൻ പോയാൽ അത് കട്ടയായിട്ട് ഇരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പാലിനകത്ത് ഞാൻ നമ്മുടെ ചതച്ച മുളക്, അതിനെന്തോ പറയുക, ക്രഷ്ഡ് ചില്ലി അങ്ങനെ എങ്ങാണ്ടോ ഉണ്ടല്ലോ നമ്മുടെ ഈ സീസണിങ്ങിൻ്റെ കൂടെ ഉള്ളത്, അതും ഇടുക. പിന്നെ നമ്മുടെ ഒറിഗാനോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒറിഗാനോയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് കലക്കുക. ഞാൻ ഇതിനകത്ത് 3 സ്ലൈസ് ചീസേ എടുക്കുന്നുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇത് മെൽട്ടായി കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഇച്ചിരി കൂടി ലോ ഫ്ലെയിമിൽ വേണം ഇത് മെൽട്ടാക്കി എടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും. സോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കുക. ഇങ്ങനെ വെള്ളം പോലെ കിട്ടും. കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടി നന്നായിട്ട് കുറുകി വന്നേനെ. ഞാൻ ആ ഒരു സോസ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിലോട്ട് ഒഴിക്കുവാണ്. കൂടുതൽ ഉപ്പിടരുത്, കാരണം നമ്മുടെ ചീസിൽ ഓൾറെഡി ഉപ്പ് കാണും. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇത് ആര്യന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് ഫുള്ളൊന്നും അവൻ കഴിച്ചിട്ടില്ല, പകുതി ഞാനുമാണ് കഴിച്ചത്. കാരണം കിഴങ്ങ് ഫുള്ള് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സോ താങ്ക് യു.